ചപ്പാത്തിയും പൊറോട്ടയെല്ലാം കഴിച്ചിട്ട് മടിക്കുന്ന സമയത്ത് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഏത് കറിന്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിന്റെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് പുതിയതോ തലേ ദിവസത്തതോ ഏതായാലും എടുക്കാം. അതിലേക്ക് നമുക്ക് ഇനി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഞാൻ എടുത്തിട്ടുള്ള എല്ലെണ്ണം ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അരക്കുന്ന സമയത്ത് തരിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ട് കുറച്ചായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഒരുമിച്ചിട്ട് ഇതിലേക്ക് ഇടരുത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടാൽ ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. താല്പര്യം ഇല്ലെങ്കിൽ മല്ലിയില ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് മൈദ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കണേ, അധികം ടൈറ്റ് ആയി പോകരുത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം. പരത്തുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് പരത്തി കൊടുക്കാം. പൂരിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ നമ്മൾ പരത്തി കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പരത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ പരത്തിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നും മടക്കണം. മടക്കുന്ന സമയത്ത് ആ ഒരു മടക്കിൻ്റെ മുകളിലും കൂടി കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ചിലർക്ക് ഓയിലിനോട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ മറ്റാക്കി കൊടുത്താൽ മതി. എല്ലെണ്ണം നമ്മൾ ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി പരത്താം. അപ്പോൾ പരത്തുന്ന സമയത്ത് ഇതുപോലെ നല്ല സ്ക്വയറിൽ വരുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലെണ്ണം പരത്തി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ചുടാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ അത്രയൊന്നും സമയം എടുക്കൂല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഓരോ സൈഡും നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ലോണം പൊന്തി വരും. 2 സൈഡ് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലെണ്ണം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പൊറോട്ടയെല്ലാം ഉണ്ടാക്കാൻ അറിയാത്തവരും അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടാക്കാൻ മടിയുള്ളവരെല്ലാം ഉണ്ടാവും. അവർക്കെല്ലാം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. പൊറോട്ടനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതിൽ മല്ലിയിലേൻ്റെ ഫ്ലേവർ എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര സമയം കഴിഞ്ഞാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഏത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല ലെയറോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.